കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കല്യാണിന്റെ അരിയിലേക്ക് വരുൺ വരുവാണ്. ഈ സമയത്ത് വരുണിനോട് കല്യാണി ചോദിച്ചു, അല്ല ഇങ്ങനെ എപ്പോഴും ഈ ആൺവേഷവും പെൺവേഷവും മാറി മാറി കെട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും വരും പറഞ്ഞു, അത് ശരിയാ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് വരൻ ചോദിച്ചു, അല്ല കല്യാണിച്ച് എന്തിനാ വരാൻ പറഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ ഉണ്ടല്ലോ, ആ മനോഹർ ഇല്ല, അവനിട്ട് ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുകയാണ്. മനോഹറിട്ട് മാത്രമല്ല ആ സരയുവിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചതെന്ന് പറയണം. അല്ല എന്താ കല്യാണിച്ച്, എന്താ കാര്യം എന്താ? അതെ, ഈ വിഷുവിനെ മനോഹറിനെ വിളിക്കണമെന്ന് പറയാം, പിന്നീട് അവന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം മേടിക്കണമെന്നൊക്കെ പറയണമെന്ന് പറയാം. ഇത് കേട്ടും വരുമ്പോൾ അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അതെ, അവൻ എന്തായാലും വിഷുവിന് വരുവാണെങ്കിൽ വെറുതെ വരാൻ വഴിയില്ല, വിഷു കൈനീട്ടം തരാനായിട്ട് എന്തായാലും കണത്തി കൊണ്ടുവരും, അപ്പൊ അത് ഉറപ്പായിട്ടും വാങ്ങിച്ചെടുക്കണം. ഇത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു, ഇപ്പം മനസ്സിലായി, കാരണം അവന്റെ കയ്യിലെ പൈസ അല്ലല്ലോ പോന്നേ, ആ സരുവിന്റെ കയ്യിലല്ലേന്ന് ചോദിക്കും. അത് ശരിയാ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചേ, കാരണം അവന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിലെ പൈസ ആയിരിക്കും പോകുന്നത്. എന്റെ കിരണേട്ടനെ ഈ വിധം ആക്കിയിട്ട് അവളോട് ഞാൻ പ്രതികാരം ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ആ കാര്യം ഞാൻ ഏറ്റു ചേച്ചി, എനിക്ക് വിട്ടേരെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അവർക്കിട്ട് രണ്ടുപേർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയണേ. കല്യാണി പറഞ്ഞു, അതെന്താണെങ്കിലും നന്നായി, ഒരു കാരണവശാലും ഇനി അവൻ തലപൊക്കി നടക്കരുത്, അവനിട്ട് കിട്ടാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പണി വേണം നമ്മൾ കൊടുക്കാൻ എന്നൊക്കെ കല്യാണി പറയുകയാണ്. പിന്നീട് മനോഹർ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിനകത്ത് മെസ്സേജ് വരിക. നോക്കിക്കഴിഞ്ഞപ്പോൾ വന്ദനയുടെ മെസ്സേജാ. അതെ, വിഷുവിന്റെ അന്ന് രാത്രി നമുക്കൊന്ന് കാണണമെന്ന് പറയണം, കാരണം വെളുപ്പിന് കാണുവാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ, അവൾക്കൊരു വിഷു കൈനീട്ടം കൊടുക്കുക, ആ ഒരു ചിന്ത മനോഹറിന്റെ മനസ്സിലേക്ക് വരുവാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, തിരിച്ചു മെസ്സേജ് കൊടുത്തു. ഓക്കെ ഡാർലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ അപ്പൊ തന്നെ മെസ്സേജ് വായിക്കുകയാണ്. അങ്ങനെ ഓരോ ഹോർമോണിലൊക്കെ മുഴുകി മനോഹർ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശാരി വിഷുക്കണി ഒരുക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്ക് സരിയും ഇങ്ങോട്ടിരിക്കുന്നു, ഇതെന്താമ്മേ ഇത് ചെറിയ വിഷുക്കണിയാണല്ലോ എന്ന് പറയണം. ഇത്ര മതി മോളെ, അച്ഛനും ഇല്ലല്ലോ ഇത്തവണ ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് ഒരുക്കാൻ മേലായിരുന്നോ, അച്ഛൻ നാളെ ഇങ്ങോട്ട് എത്തില്ലെന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ അവസ്ഥയ്ക്ക് പറ്റിയത് ഇത് മതി, ഇത്രയൊക്കെ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സരി പറഞ്ഞ, അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഇനി അടുത്ത വർഷം ഞങ്ങൾ എന്താണെങ്കിലും ഇവിടെ കാണില്ല, ഞങ്ങൾ അമേരിക്കയിലായിരിക്കുമല്ലോ എന്ന് പറയണം. ആ സമയത്താണ് മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആ സമയം ശാരി പറഞ്ഞു, അടുത്ത വർഷം അമേരിക്കയില്? അതേമ്മേ, ഈ വർഷം ഉറപ്പായിട്ട് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയില്ലേ. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, ആ അത് ശരിയാ, അവിടുത്തെ വിഷുക്കോൺ ഒരു തവണ കണ്ടാ പിന്നെ മോള് പറയും ഇനി ഇവിടെ വന്ന് വിഷു ആഘോഷിക്കേണ്ട, അവിടെ ആഘോഷിച്ചാൽ മതി എന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ഓ അത് ശരിയാ, അപ്പൊ നിങ്ങൾ അമേരിക്കയ്ക്ക് പോവാണല്ലോ അല്ലേ? അല്ല എപ്പോഴാ നിങ്ങൾ ഈ ജൂൺ മാസത്തിലെങ്ങാനും ആണോ പോന്നെ? മഴ സമയത്ത് പോയ ഫ്ലൈറ്റ് ഒഴിച്ചു പോയാലോന്ന് പറയാണ്. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, കണ്ടില്ലേ നിന്റെ അമ്മ ഞങ്ങളെ കളിയാക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുകയാണ്. ശാരി പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാം. ആ സമയം ശാരി പറഞ്ഞു, അതെ ഇടിയും മിന്നലുള്ള സമയത്തൊന്നും പോകരുത്, ആകാശത്ത് വെച്ച് ഫ്ലൈറ്റ് പൊട്ടിപ്പോയാലോ. അമ്മ എന്ത് വർത്താനമാ പറയണേ, അമ്മയുടെ മോളും മരുമോനും അല്ലേ പോകുന്നേ, ഈ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞെന്നുള്ളെന്ന് പറയാണ്. മനോഹർ പറഞ്ഞു, അമ്മയ്ക്ക് അസൂയ കാരണം പറയുന്നല്ലേ മോളു ഒന്ന് കാര്യമാക്കി എടുക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, അതേടാ എനിക്ക് ഭയങ്കര അസൂയ കാരണം ഞാൻ പറയണമെന്ന് പറയാം. സരിയെ പറഞ്ഞു, അമ്മ അത്ര വലിയ ഇതൊന്നും പറയണ്ട, അടുത്ത വർഷം കണ്ടു ഇപ്പൊ തന്നെ മനുവേട്ടന്റെ ബിസിനസ് നടത്തി 2 കോടി രൂപയുടെ ചെക്കാ കിട്ടിയിരിക്കുന്നു പറയണം. ചെക്കോ? ക്യാഷ് അല്ലേ മോളെ നീക്കി? ക്യാഷ് അല്ല ചെക്കാ. ഓ നന്നായി എന്തായാലും ചെക്ക് കിട്ടിയത് എന്ന് പറയണം. അല്ല അതൊക്കെ മാറുന്ന ചെക്കാണോന്ന് ചോദിക്കാം. അതെന്താ അമ്മേ, അമ്മയ്ക്കൊരു പുച്ഛഭാവം, മനുവേണ്ട ഇത്ര ബിസിനസ് നടത്തി കഴിയുമ്പോ അമ്മയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലല്ലേ, ഇനിയും കിട്ടും, കുറെ ചെക്കുകൾ കിട്ടാണ്ടെന്ന് പറഞ്ഞേ, അതൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ അമേരിക്കയിൽ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്ന് പറയണം. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീട് സരി പറഞ്ഞ്, രാവിലെ എഴുന്നേക്കണം, കണി കാണണം എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, അതെ രാവിലെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ? അല്ല ഇവിടെ കണി കാണുന്ന ഒരു 3:45 സമയത്തൊക്കെ അല്ലേ, ഒരു 4 മണി സമയമാകുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു, നാളെ 1-ാം ദിനം വിഷുവായിട്ട് ഞാനും കുഞ്ഞും മനുവേട്ടൻ്റെ ഒപ്പം വരുമെന്ന് പറയാം. മനോഹർ പെട്ടെന്ന് മനോഹർ പറഞ്ഞു, അല്ല മോളൂ ഈ കുഞ്ഞിനെ ഈ തണുപ്പിടിപ്പിച്ചാൽ അത്ര വെളുപ്പിന് വരേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും ശാരി പറഞ്ഞു, വേണ്ട മോളെ, ഒന്നാമത്തെ കാര്യം തണുപ്പും കാര്യങ്ങളൊക്കെയാ. പെട്ടെന്ന് സരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ ഞാനിവിടെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ മനുവേട്ടനൊപ്പം വരാന്ന് പറയാം. അത് ശരിയാവത്തില്ലെന്ന് ശാരി പറയാം. കുഞ്ഞെങ്ങാനും കടഞ്ഞാലോ പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല അവളെ മാനേജ് ചെയ്യാന് എന്നൊക്കെ ശാരി പറയണം. മനോഹറിന് സന്തോഷമായി. അങ്ങനെ ഇവളുടെ ശല്യം ഇല്ലാതെ രാവിലെ അവളെ കാണാൻ പോയാലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഭാനുമതിയമ്മ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും
ദീപയും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭാനുമതി അമ്മ അങ്ങോട്ട് ചെന്നു. പിന്നീട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, മോള് മുമ്പത്തെ വിഷുവൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. മോളുടെ കുഞ്ഞുനാളില് ശരിക്കും പറഞ്ഞാൽ മോൾക്കൊരു വിഷുക്കൈ നീട്ടം തരുവോ അല്ലെങ്കിൽ വിഷുക്കണി കാണിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ടെന്ന് ദീപ പറഞ്ഞു, അത് ശരിയാ, മോൾ ആ സമയത്തെല്ലാം തൊഴുത്തിലായിരിക്കും. തൊഴുത്തിൽ നിന്ന് മോൾ ഇറങ്ങുമ്പോൾ തന്നെ 10 മണി കഴിയും. പിന്നെ എങ്ങനെ കാണാനാ? ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ശരിയാ, കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം എനിക്ക് തരുന്നേ. പക്ഷെ ഒരു സന്തോഷമുണ്ട്, ഞാൻ മോളിലേക്ക് പോകുന്ന സമയത്ത് മോളെ വെറുത്തോണ്ടല്ലോ പോകുന്നേ, ആ ഒരു സന്തോഷം മാത്രം എൻ്റെ മനസ്സിലുള്ളെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അമ്മൂമ്മ എങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ദേ, അമ്മൂമ്മയ്ക്ക് അവൾ ഓർഫേജിന് നിൽക്കാൻ മടിയുണ്ടെങ്കിൽ അമ്മൂമ്മ ഇങ്ങോട്ട് പോരെ, ഇവിടെ ഒന്ന് നിന്നു. അമ്മൂമ്മ ഞങ്ങൾക്ക് അവിടെ നിർത്താനായിട്ട് ഒട്ടും താല്പര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടും ഭാനുമതിയമ്മ പറഞ്ഞു, അത് വേണ്ട മോളെ, ഞാൻ അവിടെ തന്നെ നിന്നോളാം. എനിക്ക് പറ്റിയത് അവിടെ തന്നെയാണ്. ഞാൻ ചെയ്ത ദ്രോഹത്തിന് എനിക്ക് അത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അത് മാത്രം എനിക്കൊരു സമാധാനമേ ഉള്ളൂ. അതെ, 1-2 പേരെ എനിക്ക് കാണാനുണ്ട്. അപ്പുറത്തെ ആ രാഹുൽ എന്ന് പറയുന്നത് ബഹാസുരനെ അവൻ്റെ വീട്ടുകാരെ ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം കല്യാണി ദീപയോട് പറഞ്ഞു, പാവ അമ്മൂമ്മ, നല്ല മാറ്റമുണ്ട്. ഇത് കേട്ടെന്ന് ദീപ പറഞ്ഞു, അത് ശരിയാ, മുമ്പ് ചെയ്ത ദ്രോഹങ്ങൾക്കല്ല ഇപ്പൊ അവര് ശരിക്കും മനസ്സുകൊണ്ട് അവര് പശ്ചാത്താപിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു, അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാല്, അമ്മൂമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും മനമാറ്റം ഉണ്ടായല്ലോ. പക്ഷെ എൻ്റെ അച്ഛനെന്നും ആങ്ങളെന്ന് പറയുന്ന ദുഷ്ടന്മാർക്ക് ഇതുവരെയായിട്ടൊരു മനസ്സുമാറ്റം ഉണ്ടായിട്ടില്ലോ അമ്മയെന്നൊക്കെ പറയാം. ഇത് കേട്ടെന്ന് ദീപൻ, സാരമില്ല മോളെ, ഒരു ദിവസം അവർക്കൊരു മാറ്റം ഉണ്ടാവുമായിരിക്കും എന്നൊക്കെ പറയാണ്. പിന്നീട് ഭാനുമതിയമ്മ നേരെ ചെല്ലുന്നേ രാഹുലിന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ശാരി സരയും കൂടെയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ശാരി കണ്ടതും ചോദിച്ചു, എന്താ നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കാം. അതെ, നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണാൻ വേണ്ടി വന്നാ. എന്തിയ ബെഗാസോൻ എവിടെ ഇല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ സരയ പറഞ്ഞു, അച്ഛൻ എവിടെ ഇല്ലാന്ന് പറയാം. അങ്ങേര് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുമായിരിക്കും അല്ലേ? ആ, കിരൺ മോനെ ഇങ്ങനെ ആക്കിയിട്ടാലും സന്തോഷമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ശാരി പറഞ്ഞു, അല്ല, നിങ്ങൾ നിങ്ങളുടെ മകനെ കൊച്ചുമോനെ ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പൊ കല്യാണിന്റെ ഒപ്പം പറയുന്നത് കേട്ടല്ലോ. അതേടി, ഞാൻ കല്യാണോടൊപ്പം തന്നെയാന്ന് പറയാ. നിനക്ക് നാണമില്ല തള്ളേ, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം സ്വന്തം മാന്റെയും കൊച്ചുമോനോടൊപ്പം കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് അവരെ തള്ളിക്കളഞ്ഞിട്ട് കല്യാണിന്റെ ഒപ്പം ചേരാനായിട്ട് എന്ന് സരയോ ചോദിക്കുകയാണ്. ഞാൻ എന്തിനാടി നാണക്കിടുന്നേ? ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെയാടി. ഇപ്പൊ ഞാൻ ഓർഫനേജിലാ കഴിയണേന്ന് പറയാം. അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. ഇത് കേട്ടതും ഭാനുമതിയും പറഞ്ഞു, അതൊക്കെ നിന്റെ തോന്നല് മാത്രമാടി. ഞാൻ അവരോട് ചെയ്ത ദ്രോഹം വെച്ച് കല്യാണിമോൾ എന്നെ ഒരിക്കലും സ്നേഹിക്കേണ്ടതല്ല, എന്നെ കൂടിപ്പിടിച്ച് കൊണ്ടുനടക്കേണ്ടതല്ല. പക്ഷേങ്കില് അവളുടെ മനസ്സിൽ നന്മ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കിരൺ മോനെ അങ്ങനെ ആക്കിയിട്ടാൽ രണ്ടുപേരും കൂടെ സന്തോഷിക്കാന്നറിയാം. പക്ഷെ ആ സന്തോഷമൊന്നും അധിക നാള് നീണ്ടു നിൽക്കത്തില്ല. കണ്ടോ, അവൻ എല്ലാ കാലത്തും അങ്ങനെ കിടക്കത്തില്ല. അവന് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറയാം. വന്നു കഴിഞ്ഞിട്ടുള്ള നിന്റെയൊക്കെ അച്ഛനുണ്ടല്ലോ എന്ന് സരയുനോട് പറയാം, ആ ബഗാസുരൻ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഒന്ന് വിളിച്ചു പറയണമെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? സത്യമായിട്ടുള്ള കാര്യമല്ലേ? നിങ്ങളാ കല്യാണി എത്രമാത്രം ദ്രോഹിച്ചു. അതും പോരാഞ്ഞിട്ട് വീണ്ടും ആ കൊച്ചിനെ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുവല്ലേ? നിനക്ക് നാണമില്ലേന്ന് ചോദിക്കാം. ഇതോടൊപ്പം ശാരി പറഞ്ഞു, ഓ, നിങ്ങളിപ്പോ കല്യാണിന്റെ കുറച്ച് പൈസ കണ്ടു കഴിഞ്ഞപ്പോ നിങ്ങളുടെ മോന് പൈസ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ നേരെ കളം മാറ്റി ചവിട്ടിയല്ലേന്ന് ചോദിക്കും. അങ്ങനെ കളം മാറ്റി ചവിട്ടാനായിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണിമോളുടെ വീട്ടിൽ നിന്നേനം. ഇപ്പോഴും ഞാൻ ഓർഫനേജ് തന്നെ നിൽക്കുന്നേ. കല്യാണിമോൾ ആകുന്നേ വിളിച്ച് അവിടെ നിൽക്കാനായിട്ട്. പക്ഷെ ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓർഫനേജിൽ തന്നെ കഴിയാന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഞാനായിരിക്കും നിങ്ങൾക്ക് തരാൻ പോന്നെ. ഇനി ഒരു കാരണവശാലും കല്യാണിയുടെയും കിരണിന്റെ നേർക്ക് അങ്ങനെ നിങ്ങൾ തിരിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, ഒരു ചെറുപേരിൽ എങ്ങനെ അലക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടരുവാളുമായിട്ട് ഇങ്ങോട്ട് ഒരു വരവ് വരും. പിന്നെ എല്ലാത്തിനും തല അങ്ങോട്ട് കൊയ്തെടുക്കും. ഈ വയസ്സനാം കാലത്ത് എനിക്കിനി അധികം ആയുസ് ഉണ്ടാകത്തില്ല. ഇനി ഉള്ള ആയുസ് ഞാൻ ജയിലിൽ പോയി തീർത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് ആ കാര്യത്തിൽ ഒരു മടിയില്ലെന്ന് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഭാനുമതിയമ്മ. ആ സമയം ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായിപ്പോയി സരുവിന്. കണ്ടില്ല ആ തള്ള വന്ന് പറഞ്ഞിട്ട് പോയത്, അന്ന് കാര്യമാക്കണ്ട, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിയും കൂടെ അങ്ങോട്ടേക്ക് കയറിപ്പോവാണ്. പിന്നീട് കാണിക്കുന്ന രാത്രിയായി കഴിഞ്ഞപ്പം ചന്ദ്രസേനും രൂപയെ സോണി അവരെല്ലാരും കൂടെ അങ്ങനെ പടക്കമൊക്കെ പൊടിച്ച് ആഘോഷിക്കുകയാണ്. ആ സമയം യാമിന് പറഞ്ഞു, എന്ത് ചെയ്യാനാ, കല്യാണി മോളും കിരൺ മോനും കൂടെ വേണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നല്ലേ എന്ന് പറയണം. അത് ശരിയാ, പക്ഷെ വരാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് പിന്നെ അവരെല്ലാരും കൂടി നല്ല ഗംഭീരമായിട്ട് ആഘോഷം നടത്താന്നൊക്കെ പറയണം. അപ്പോഴേക്കാണ് ചന്ദ്രസേന്റെ ഫോണിനകത്തിന് മെസ്സേജ് വന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു തലയോട്ടിയുടെ ചിത്രം, ഒരു വാളുമൊക്കെ ആയിരുന്നു. അപകടം മടുത്തു, തന്നെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തന്നെ കൊല്ലൂന്നെങ്ങാണ്ടുള്ള ഭീഷണിയാണ് വന്നിരിക്കുന്നത്. ചന്ദ്രസേന്റെ മുഖം മറന്ന രൂപമുണ്ട്. രൂപ പെട്ടെന്ന് ചോദിച്ചു, എന്താ ചന്ദ്രേട്ട, കാര്യം എന്താന്ന് ചോദിക്കുക. ഏയ് ഒന്നുമില്ലാന്ന് പറയണേ. മെസ്സേജ് വന്നപ്പോൾ മുഖം മാറിയെന്താ? അത് പിന്നെ ഒന്നുമില്ല, ചുമ്മാ ഒരു മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കൂളാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ദീപയും കല്യാണിയൊക്കെ അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പൂത്തിരിയെ കത്തിക്കുന്ന സമയത്ത് അങ്ങനെ വീട്ടിൽ നിന്ന് ജനലിന്റെ അവിടെ നിന്ന് സരയും
ചാരിയും കൂടെ നോക്കുവാണ്. നോക്കമ്മേ കണ്ടോ എന്തൊരു സന്തോഷം എന്നൊക്കെയാ, കെട്ടിയോൻ വീണ് കിടന്നാലും അവളുടെ സന്തോഷം കണ്ടോ എന്ന് പറയണം. കല്യാണി പറഞ്ഞു കിരണേട്ടനും കൂടെ മുറ്റത്തിറങ്ങി വരണ്ടായിരുന്നു പറയണം. ഇത് കേട്ടൻ ദീപ പറഞ്ഞു അത് ശരിയാ, പക്ഷെ അവന് വരാൻ പറ്റില്ലോ. കല്യാണി പറഞ്ഞു സാരമില്ല, ഈ തവണത്തെ ഇങ്ങനെ പോട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും ദീപ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീടിന്റെ പുറകുവശത്ത് വെച്ച് ഇനി പടക്കമൊക്കെ പൊട്ടിക്കാം, അതാകുമ്പോ പിന്നെ കിരണമോനും അവിടെ വന്ന് നിൽക്കാലോ, അപ്പൊ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലോ എന്ന് പറയണം. പിന്നീട് കല്യാണി അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു ഒറ്റ എണ്ണത്തിനെ കാണുന്നില്ല അമ്മയെന്ന് പറയണം. അവിടെ എവിടെയെങ്കിലും പമ്മയിൽ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന്. ഉറപ്പായിട്ടും അതിനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന് പറയാം. നമ്മളിങ്ങനെയൊക്കെ പൊട്ടിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും എന്ന് പറയണം. അത് കേട്ടതും സരി പറഞ്ഞു അത് ശരിയാ, മിക്കവാറും അതിനുള്ള സർവ്വ ചാൻസ് ഉണ്ടെന്ന് പറയണം. ആ സമയം കട്ട കലിപ്പോട് കൂടിയിട്ട് ഇതെല്ലാം കണ്ടിട്ട് സരിയോ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.